മലപ്പുറം ജില്ലയിലെ താനൂരിൽ വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടി. ബുധനാഴ്ച രാത്രി 7 മണിയോടുകൂടി താനൂർ പുത്തൻതെരുവിൽ വെച്ചാണ് സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. ഗോവയിൽ നിന്നും മംഗലാപുരം വഴി തൃശ്ശൂരിലേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്പിരിറ്റ് ശേഖരമാണ് താനൂർ പുത്തൻതെരുവിൽ വെച്ച് പിടികൂടിയത്. മൈദച്ചാക്കുകൾക്കടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത്. ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ രാത്രി 7 സ്പിരിറ്റ് പിടികൂടിയത്. 35 ലിറ്റർ വരുന്ന 298 കനാസുകളിലായാണ് 10,500 ലിറ്റർ സ്പിരിറ്റാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന സ്പിരിറ്റാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പിടികൂടിയത്. ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും തൃശ്ശൂർ സ്വദേശികളാണ്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ വലപ്പാട് വില്ലേജിൽ താമസിക്കുന്ന സജീവ്, കൊടകരയിലെ മനോജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK ജയരാജിനൊപ്പം മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും തിരൂർ എക്സൈസ് സർക്കിൾ ടീമും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കണ്ണുവെട്ടിച്ച് തീരദേശ പാതകളിലൂടെയും ഉൾപ്രദേശങ്ങളിലൂടെയും വൻതോതിൽ സ്പിരിറ്റും മറ്റു മയക്കുമരുന്നുകളും കടത്തുന്നതിനായി ഇത്തരം മാർഗങ്ങളാണ് കൂടുതലായി ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വൻതോതിൽ സ്പിരിറ്റ് കടത്തുന്നതെന്നോ എങ്ങോട്ടാണിത് കൊണ്ടുപോകുന്നതെന്നോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നാണ് എക്സൈസ് കമ്മീഷണർ അറിയിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. താനൂർ മേഖലയിൽ നിന്ന് ആദ്യമായാണ് ഇത്തരത്തിൽ വൻതോതിൽ സ്പിരിറ്റ് ശേഖരം പിടികൂടുന്നത്. സ്പിരിറ്റ് ശേഖരം പിടികൂടിയതറിഞ്ഞ് ജനങ്ങളും നാട്ടുകാരും തടിച്ചുകൂടി. പിടികൂടിയ സ്പിരിറ്റ് പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കടത്തിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇന്നലെ പിടികൂടിയ സ്പിരിറ്റ് ശേഖരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ തൃശ്ശൂരിലേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റ് ശേഖരം രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പിടികൂടിയത്. മൈദച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ്